തിരികെ വാർത്തകളിലേക്ക്. കോഴിക്കോട് മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ മറവിൽ നടന്ന കാനന യാത്രയ്ക്ക് വനം വകുപ്പ് അനുമതി നൽകിയത് സകല ചട്ടങ്ങളും ലംഘിച്ചെന്ന് പരിസ്ഥിതി സംഘടന ഗ്രീൻ മൂവ്മെന്റ്. വനം വകുപ്പ് നടപടിക്കെതിരെ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർക്കും പരാതി നൽകിയിരിക്കുകയാണ് സംഘടന. മന്ത്രി മുഹമ്മദ് റിയാസ് പ്രത്യേക താൽപര്യമെടുത്തായിരുന്നു വെള്ളരിമലയിലേക്കുള്ള യാത്ര സംഘടിപ്പിച്ചത്. അനഘ ഹർഷൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അനഘ, ഈ വെള്ളരിമലയിലേക്കുള്ള യാത്ര ചട്ടങ്ങൾ ലംഘിച്ചാണ് എന്നുള്ള ആരോപണമാണല്ലോ നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കാനന യാത്രയ്ക്ക് ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള ഒരു അനുമതി നൽകപ്പെട്ടത്? അതിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഒരു ഇടപെടൽ എങ്ങനെയായിരുന്നു? രോഹിണി, അതായത് സകല ചട്ടങ്ങളും ലംഘിച്ചാണ് മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടത്തിയ കാനന യാത്ര എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അതായത് ഈ വെള്ളരിമല എന്ന് പറയുന്നത് അതീവ സംരക്ഷിക്കപ്പെടേണ്ട ഇനത്തിലുള്ള കാടുകളും അതുപോലെ തന്നെ മരങ്ങളുമുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ പ്രദേശത്തേക്കുള്ള ആളുകളുടെ സഞ്ചാരം അത് നിരോധിച്ചിരുന്നു. എന്നാൽ അതിന് വനം വകുപ്പ് പറഞ്ഞത് ഇത്തരത്തിലുള്ള പ്രദേശത്തേക്ക് ആളുകൾ ഏതെങ്കിലും തരത്തിൽ മനുഷ്യ സമ്പർക്കം ഉണ്ടായാൽ കാടിന്റെ സ്വാഭാവികത നഷ്ടപ്പെടും, അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലേക്ക് ഈ ആളുകളെ കടത്തിവിടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് നിരോധിച്ചുകൊണ്ടായിരുന്നു വനംവകുപ്പ് ഉത്തരവ് ഇറക്കിയിരുന്നത്. എന്നാൽ മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ആ ഉത്തരവും ആ ചട്ടവും എല്ലാം തന്നെ ലംഘിച്ചുകൊണ്ടാണ് ഈ വെള്ളരിമലയിലേക്ക് കാനന യാത്ര സംഘടിപ്പിച്ചത്. ഇത് വെറും ഒരു കാനന യാത്ര മാത്രമല്ല, ഇത്തരത്തിൽ കാട്ടിലേക്ക് പോവണമെങ്കിൽ ഒരു വലിയ പരസ്യമൊക്കെ നൽകിക്കൊണ്ടാണ് ഈ ടൂറിസം വകുപ്പ് ഇതിന് അനുമതി നൽകിയിരിക്കുന്നത്. 200 രൂപ ഇത്തരത്തിലുള്ള ഇവരിൽ നിന്ന് ഫീസ് ഈടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നും രണ്ടും ആളുകളൊന്നുമല്ല, 100-200 ആളുകളാണ് ഇത്തരത്തിൽ വെള്ളരിമലയിലേക്ക് അന്ന് യാത്ര നടത്തിയത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ മൂവ്മെന്റ് കൃത്യമായൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ആരാണ് ഇത്തരത്തിൽ കാട്ടിലേക്ക് പോകാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്? വനംവകുപ്പ് നേരത്തെ തന്നെ ഇത് അനുമതി നിഷേധിച്ചതാണ്. അതെല്ലാം ലംഘിച്ചുകൊണ്ട് ആരാണ് ഇതിന് പിന്നിൽ ഇത്തരത്തിലൊരു അനുമതി നൽകിയത് എന്ന ചോദ്യമാണ് ഗ്രീൻ മൂവ്മെന്റ് ചോദിക്കുന്നത്. മാത്രമല്ല, ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഗ്രീൻ മൂവ്മെന്റ് മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും അടക്കം പരാതി നൽകിയിട്ടുണ്ട്. പക്ഷെ ഗ്രീൻ മൂവ്മെന്റിന്റെ അംഗങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഈ പരാതി കൊടുത്തത് കൊണ്ടൊന്നും തങ്ങൾക്ക് ഒരു പരിഹാരവും ഉണ്ടാകില്ല. അങ്ങനെ വന്നാൽ തങ്ങൾ നേരിട്ട് കോടതിയെ സമീപിക്കും എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ അനുമതി കൊടുത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അറ്റ്ലീസ്റ്റ് ഒരു താക്കീതെങ്കിലും നൽകേണ്ടതുണ്ട്, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കും. ഗ്രീൻ മൂവ്മെന്റ് സംഘടന പറയുന്നത് ഇത് ഈ വലിയ വലിയ ഹോട്ടൽ ഉടമകളെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മാഫിയകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു കാനന യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നതാണ്. അതിന്റെ മറവിൽ ഇത്തരത്തിലുള്ള യാത്രകൾ സംഘടിപ്പിക്കുക, അവരെ സംരക്ഷിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഗ്രീൻ മൂവ്മെന്റ് സംഘടനയിലെ അംഗങ്ങൾ പറയുന്നത്. എന്നാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ നമ്മളടക്കം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച സമയത്ത് ഇവർ പറഞ്ഞത് അത്തരത്തിലൊരു യാത്ര ആ രീതിയിലുള്ള യാത്രയല്ല നടത്തിയിരിക്കുന്നത്. അതായത് ഈ വനത്തിലേക്ക് വിത്തെറിയൽ അടക്കമുള്ള കാര്യങ്ങളുണ്ട്, അതിനു വേണ്ടിയാണ് ഈ യാത്ര സംഘടിപ്പിച്ചത് എന്നതാണ്. പക്ഷെ അവിടെയും ഈ ഗ്രീൻ മൂവ്മെന്റും അല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തകരടക്കം പറയുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ നാട്ടിൽ നിന്നുള്ള വിത്തുകൾ എടുത്ത് അത് വനത്തിൽ നിക്ഷേപിക്കുന്നത് വനത്തിന്റെ സ്വാഭാവികതയ്ക്ക് കേടുവരുത്തുന്നതാണ്. ഈ വനത്തിൽ സ്വാഭാവികമായും വളരേണ്ട വൃക്ഷങ്ങളാണുള്ളത്, അല്ലാതെ ഇത്തരത്തിൽ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി അവിടെ നിക്ഷേപിക്കുന്നത് പരിസ്ഥിതിക്ക് ഒട്ടും നല്ലതല്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരിസ്ഥിതി പ്രവർത്തകരും ഗ്രീൻ മൂവ്മെന്റ് അംഗങ്ങളും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിത്തെറിയൽ പരിപാടിക്കാണ് പോയത് എന്ന് വനം വകുപ്പ് ഈ പ്രശ്നം ഗുരുതരമാവുന്ന സാഹചര്യത്തിൽ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊരു ഉല്ലാസ യാത്ര പോലെയായിരുന്നു സംഘടിപ്പിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ യാത്രയ്ക്ക് പിന്നിൽ സകല മുൻകൈയും എടുത്തിരിക്കുന്നത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ്. മുഹമ്മദ് റിയാസിന്റെ മുൻകൈ എടുത്ത് ഇത്തരത്തിലൊരു യാത്ര, അതും വർഷങ്ങളായി കാട്ടിലേക്ക് പ്രവേശനം നിരോധിച്ച വെള്ളരിമലയിലേക്കൊക്കെയുള്ള യാത്ര സംഘടിപ്പിച്ചത് എന്നതാണ്. അതായത് ടൂറിസം മന്ത്രിക്ക് ഈ കാര്യത്തിൽ കൃത്യമായൊരു ഇടപെടൽ ടൂറിസം വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുകൂടിയാണ് രോഹിണി പറയുന്നത്. ശരി അനഘ, എന്തായാലും അതീവ പരിസ്ഥിതി ലോല പ്രദേശത്തിലേക്കാണ് ഇത്തരത്തിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു യാത്ര സംഘടിപ്പിച്ചത് എന്നുള്ളതാണ്. കോഴിക്കോട് മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ മറവിൽ നടന്ന ഈ കാനന യാത്രയ്ക്ക് വനം വകുപ്പ് അനുമതി നൽകിയത് സകല ചട്ടങ്ങളും ലംഘിച്ച് എന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ മൂവ്മെന്റ് ഇതിനെതിരെ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർക്കുമൊക്കെ പരാതി നൽകിയിട്ടുണ്ട്. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.
നമ്മുടെ സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പുകൾ തന്നെയാണ് ഇനിയും വരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും അതിതീവ്ര മഴ മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റ് 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരള തീരത്ത് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരത്തു നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്തും, കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബുവും, കോഴിക്കോട് നിന്ന് അനഘ ഹർഷനും ചേരുന്നു. നമുക്ക് ആദ്യം തലസ്ഥാന ജില്ലയും ഒപ്പം തെക്കൻ കേരളത്തിന്റെയും വിശേഷങ്ങൾ അറിയാം. പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, അതിതീവ്ര മഴ മുന്നറിയിപ്പ് തന്നെയാണോ തെക്കൻ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം? രോഹിണി, ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണവും കേന്ദ്രവും പറയുന്നത്. അതിൽ 3 ജില്ലകൾക്ക് അതിതീവ്ര മഴ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകൾക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പായിട്ടുള്ള റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 5 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട്. മറ്റു ചില ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി ശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പറയുന്നത്. ഏറ്റവും ഒടുവിലായി വന്ന മുന്നറിയിപ്പിൽ ഏതാനും ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് പറയുന്നുണ്ട്. മാത്രമല്ല, മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുമുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളായി സംസ്ഥാനത്ത് മഴ തുടർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. തുടർന്നും 4 ദിവസം കൂടി മഴ ശക്തമായി തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ വിവിധ ജില്ലകളിൽ മലയോര മേഖലകളായിക്കോട്ടെ, അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളായിക്കോട്ടെ, ഈ ഭാഗങ്ങളിലെല്ലാം ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ടെന്ന വിവരങ്ങളും ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. തലസ്ഥാന നഗരിലടക്കം ഇന്ന് പുലർച്ചെ വരെ മഴ ഉണ്ടായിരുന്നു. ഏതാനും സ്ഥലങ്ങളിൽ മഴയുണ്ടായിരുന്നു. മാത്രമല്ല, മലയോര മേഖലകളിലൊക്കെ ഇപ്പോഴും മഴ ലഭിക്കുന്നു എന്ന വിവരങ്ങളും ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും സംസ്ഥാന വ്യാപകമായി മഴ ശക്തമാകും. അതിതീവ്ര മഴ മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ മേഖലകളിൽ, അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിലൊക്കെ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടാകും. അതുകൊണ്ട് തന്നെ കടലിൽ ഇറങ്ങുന്നവരടക്കം ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. മാത്രമല്ല, ഉരുൾപൊട്ടൽ മേഖലകളിൽ താമസിക്കുന്നവർ അതത് ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്ന മുന്നറിയിപ്പുകളെ കാര്യമായി ഗൗനിക്കണം. അതോടൊപ്പം തന്നെ ആ മുന്നറിയിപ്പുകൾ സ്വീകരിക്കുവാൻ തയ്യാറാകണമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും പറയുകയും ചെയ്യുന്നുണ്ട്. വരും മണിക്കൂറുകളിലും മഴ ശക്തമാകും. മുന്നറിയിപ്പിലടക്കം മാറ്റം വരുവാനുള്ള സാഹചര്യവും നിലവിൽ കാണുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിലും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ 3 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. 3 ജില്ലകൾക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. 5 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് സംസ്ഥാനത്ത് നിന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. രോഹിണി. ശരി പ്രശാന്ത്, ഇനി മധ്യ കേരളത്തിലെ വിവരങ്ങൾ അറിയാം. മഴയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, എറണാകുളത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ്, റെഡ് അലേർട്ടാണ് നിലവിൽ നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശം. എങ്ങനെയാണ് സാഹചര്യം? രോഹിണി, നിലവിൽ എറണാകുളം ജില്ലയിൽ മലയോര മേഖലയിലാണ് മഴ പെയ്യുന്നത്. നഗരപ്രദേശത്ത് മഴ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. കാലാവസ്ഥ പക്ഷേ മൂടപ്പെട്ട ഒരു അന്തരീക്ഷം തന്നെയാണുള്ളത്. രാവിലെ, അതായത് പുലർച്ചെ വലിയ രീതിയിൽ മഴ നഗരപ്രദേശത്ത് ലഭിച്ചിരുന്നു. പക്ഷേ മലയോര മേഖലയിലാണ് ഇപ്പോൾ മഴ പെയ്യുന്നത്. എന്തായാലും കഴിഞ്ഞ ഒരാഴ്ചക്കിടെ വലിയ രീതിയിലുള്ള മഴ എറണാകുളം ജില്ലയിൽ ലഭിച്ചിരുന്നു. എന്തായാലും ഈ കടലോര മേഖലയ്ക്കാണ് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിലും കനത്ത ജാഗ്രത നിലനിർത്തുന്നുണ്ട്. ഇടുക്കി, തൃശൂർ, അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലകൾക്കാണ് മധ്യ കേരളത്തിൽ നിലവിൽ റെഡ് അലർട്ട്, അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കോട്ടയം, അതോടൊപ്പം തന്നെ ആലപ്പുഴ എന്നീ ജില്ലകൾക്ക് നിലവിൽ ഓറഞ്ച് അലർട്ടാണ്. എന്തായാലും തൃശൂരിൽ അതിരപ്പള്ളി, വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിടാൻ തീരുമാനമായിട്ടുണ്ട്. ഇന്നലെ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട്. മലക്കപ്പാറയിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ യാത്ര തടയില്ല എന്നാണ് അധികൃതർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള കനത്ത മഴയ്ക്കാണ് എറണാകുളം ജില്ലയിൽ സാധ്യതയുള്ളത്. 60 കിലോമീറ്ററിലധികം വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് നിതാന്ത ജാഗ്രത കൈവിടരുതെന്നുള്ള ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കടലോര മേഖല എന്ന് പറയുന്നത് ചെല്ലാനം ഉൾപ്പെടെയുള്ള മേഖലകളിൽ, എടവനക്കാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ കടൽക്ഷോഭം ശക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട്. രാത്രി 8:30 വരെ 1.7 മുതൽ 1.8 മീറ്റർ വരെ
ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് എന്നാണ് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ ഉള്ളവർക്ക് കനത്ത ജാഗ്രത ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ജില്ലാ ഭരണകൂടം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ അടുത്ത വരും മണിക്കൂറുകളിൽ കനത്ത മഴയാണ് എറണാകുളം ജില്ലയിൽ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇടുക്കി, തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിലും സമാനമായിട്ടുള്ള അവസ്ഥയാണ് ഉള്ളത്. ശരി രേഷ്മ. ഇനി കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, വടക്കൻ കേരളത്തിലെ ഒരു സ്ഥിതി എങ്ങനെയാണ്? പല ജില്ലകൾക്കും ഓറഞ്ച് അലേർട്ട് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ഏത് രീതിയിലാണ് മഴ മുന്നറിയിപ്പുകൾ പോകുന്നത്? മലയോര മേഖലകളടക്കം നേരത്തെ തന്നെ വലിയ മണ്ണിടിച്ചിൽ ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് ഏതു രീതിയിലാണ് വടക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ മഴ ബാധിച്ചിരിക്കുന്നത്? രോഹിണി, വടക്കൻ ജില്ലകളായിട്ടുള്ള കോഴിക്കോട്, അതുപോലെ വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ ജില്ലകൾക്ക് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ കാസർഗോഡ്, കുമ്പളങ്ങി പോലുള്ള പ്രദേശങ്ങളിൽ രാവിലെ ശക്തമായ മഴ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നീട് ആ പ്രദേശത്തൊന്നും തന്നെ മഴ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അതുതന്നെയാണ് കോഴിക്കോടും. രാവിലെ തന്നെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് മാത്രമല്ല, കണ്ണൂർ ജില്ലകളിലും രാവിലെ കാര്യമായ മഴ ഇല്ല എന്നതാണ്. എന്തായാലും ഈ വടക്കൻ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ മഴ മുന്നറിയിപ്പ് എന്തായാലും ഉണ്ട്. മാത്രമല്ല, കോഴിക്കോട്ടെ മലയോര മേഖലകളിൽ അതിശക്തമായ കാറ്റ്, ഇന്നലെ രാത്രിയൊക്കെ തന്നെ അതിശക്തമായ കാറ്റ് വീശുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വിലങ്ങാട് പോലുള്ള ആ ഭാഗത്തേക്കാണ് കാറ്റ് വീശിയിരുന്നത്. അതുകൊണ്ട് തന്നെ പല ഇടങ്ങളിലും ഇലക്ട്രിക് പോസ്റ്റ് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് പലയിടങ്ങളിലും ഇപ്പോഴും വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടില്ല. മഴ കാര്യമായി കോഴിക്കോടും കണ്ണൂർ, അതുപോലെ തന്നെ വയനാട്, കാസർഗോഡ് ജില്ലകളിൽ കാര്യമായ മഴ ഇല്ല. തെളിഞ്ഞ അന്തരീക്ഷമാണ് ഉള്ളത്. രോഹിണി, ശരി. എന്തായാലും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും അതിതീവ്ര മഴ മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. എല്ലാവരും ജാഗ്രത പാലിക്കണം. കാരണം 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശുന്നതിനുള്ള സാധ്യതയുമുണ്ട്. നമ്മുടെ പ്രതിനിധികളാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.